പറയണം. എന്താണ് പേര്? ഹരിചന്ദന. അവിടെ നല്ലൊരു പേരാണ്. അപ്പോൾ അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് മെന്റലിസം ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇവന്റ് ആണ്. അതിനു മുൻപ് ഞാൻ മോളെ മറ്റൊരു വസ്തുത കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഹരിചന്ദനയെ ഇത് ഒരു മാലയാണ് അല്ലെ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സാധാ മാലയിൽ എന്തോ ചില പ്രത്യേകത ഉള്ളതുപോലെ അല്ലെ. ഇത് ഒരു മാജിക്കൽ പവറുള്ള മാലയാണ്. കുറച്ച് സമയത്തേക്ക് താങ്കൾക്ക് ഇത് കഴുത്തിലേക്ക് അണിയും. ഇപ്പോൾ മാജിക്കൽ പവറുള്ള മാല ഹരിചന്ദനയുടെ കഴുത്തിലാണ്. ഇനിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ആക്ച്വലി ഹരിചന്ദനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ചോദിച്ചോട്ടെ. പേര് പറഞ്ഞു ഹരിചന്ദന. ഹരിചന്ദനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹരിചന്ദനയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനം ഒന്ന് പറഞ്ഞു. 7/12/2006. 7-ാം തീയതി 12-ാം മാസം ഡിസംബർ മാസം 2007 അല്ലെ? സോറി 2006. 7/12/2006 ഹരിചന്ദന എന്ന സുന്ദരികുട്ടി ഈ സ്വപ്നഭൂമിയിൽ പൂജാരിയായിരുന്നു. ഹരിചന്ദനോടുള്ള അടുത്ത ചോദ്യം, ഹരിചന്ദനയുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികളുടെ പേര് പറയാമോ? സ്വാതിയും അഹല്യയുമാണ് ഹരിചന്ദനയുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരികൾ. അടുത്ത ചോദ്യം, ഹരിചന്ദനയ്ക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയാമോ? കേരളത്തിനകത്താകാം, കേരളത്തിന് പുറത്താകാം, ഭാരതത്തിന് പുറത്താകാം. ഒരു ഡ്രീം പ്ലേസ് അടുത്ത് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നൊരു പ്ലേസിലേക്ക് പോയാൽ കൊള്ളാം. അച്ഛനോട് ചോദിക്കാൻ അടുത്ത ടൂർ എവിടെയാണ് പോകേണ്ടത്? ഏത് പ്ലേസ് ആയിരിക്കും സെലക്ട് ചെയ്യുക? ലക്ഷദ്വീപ്. എത്രയും വേഗം ഹരിചന്ദനയുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടന്റെ പേര് പറയാം. ഇവിടെ വന്നിരിക്കുന്ന ആളിന്റെ പേര് ഹരിചന്ദന. ഡേറ്റ് ഓഫ് ബർത്ത് 7/12/2006. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കൂട്ടുകാരികൾ സ്വാതിയും അഹല്യയും. ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലക്ഷദ്വീപ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ താരം നമ്മുടെ ലാലേട്ടൻ, മോഹൻലാൽ. ഹരിചന്ദന ഇതുവരെയും കറക്റ്റ്. ഓക്കെ ഹരിചന്ദന ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെള്ളപ്പേപ്പറിന്റെ ഗ്ലാസ് സിലിണ്ടർ കൊണ്ട് അടച്ചു. ഗ്ലാസ് സിലിണ്ടർ ഒരു ബോക്സിലാക്കി ബോക്സ് ലോക്ക് ചെയ്ത് ഞാൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? No. But you have to believe that. ഞാൻ വരികയാണ് നിങ്ങളുടെ വീട്ടിലേക്ക്, ആ ബോക്സ് എടുക്കുന്നതിലേക്കായി. ഹരിചന്ദന, യു പ്ലീസ് സ്റ്റേ ഹിയർ. താങ്കൾക്ക് ഇവിടെ തന്നെ തുടരാം. ഓക്കെ? പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി താങ്കൾ ചെയ്യേണ്ടത് മൈക്ക് ചുണ്ടോട് ചേർത്ത് സ്വീറ്റ് ആൻഡ് ക്ലിയർ വോയിസിൽ ഉറക്കെ വായിച്ച് കേൾപ്പിക്കാം. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ ജന്മദിനമായ 7/12/2006 ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുകയായിരുന്ന ഞാൻ ആരൊക്കെയോ പന്ത് തട്ടി കളിക്കുന്ന മങ്ങിയ ചിത്രങ്ങൾ ഓർമ്മയുണ്ട്. രശ്മി, ഗോമതി എന്നിവരുടെ മുഖം മാത്രം ഹരിചന്ദന എന്ന ഉള്ളി കേട്ടാണ് ഞാൻ ഞെട്ടി വളർന്നത്. പിന്നെ മാന്ത്രിക പരവതാനിൽ കയറി ആകാശത്തേക്ക് പറന്നുയർന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്വാതി, അഹല്യ എന്നിവർ കൈവീശി യാത്രയാക്കുന്നത്. പറന്നുയർന്നത് ലക്ഷദ്വീപ് എന്ന മണ്ണിലാണ്. അവിടെ എന്നെ സ്വീകരിക്കാൻ ഇഷ്ടതാരം മോഹൻലാൽ നിൽക്കുന്നുണ്ടായിരുന്നു.
ആക്ച്വലി എങ്ങനെയാണ് സാധ്യമായെന്ന് അറിയാമോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു താങ്കളുടെ കഴുത്തിൽ ഒരു മാജിക്കൽ പവറുള്ള മാലയുള്ളത്. അത് കാരണമാണ് ഇത് സാധ്യമായത്. മാജിക്കൽ പവറുള്ള മാല ഒന്ന് ഊരിയെടുക്കാവോ? മൈക്ക് സ്റ്റാൻഡിലേക്ക് വിളിക്കാം. ആ മാല ഒന്ന് ഊരി മാറ്റാം. മാല എന്റെ കയ്യിലേക്ക് തരാം. ഒപ്പം ഞാൻ ഒരു കത്രിക ഉപയോഗിച്ചു ഈ മാല കോർത്തിരുന്ന നൂലിനെ ദേ ഇങ്ങനെ രണ്ടാക്കി. താങ്കൾ സ്റ്റുഡന്റ് ഗ്ലാസിന്റെ ഹാൻഡിലേക്ക് പിടിക്കാം. ഒന്ന് മുന്നോട്ട് വരിക, ഒന്ന് ഉയർത്തി പിടിക്കാം. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ നൂലിനെ ഗ്ലാസ് നൂലിലേക്ക് കടത്തി സോറി അത് കൂട്ടുപോയി കേട്ടോ, ഡാമേജ്. സോറി പറഞ്ഞു സാറ്. ഓക്കെ, നല്ലൊരു കയ്യടി കൊടുത്തേ. താങ്ക് യു സോ മച്ച്.